അതെ അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇപ്പോൾ പൂർത്തിയായി. ഇന്ന് നിലമ്പൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥി പര്യടന പരിപാടിയായിരുന്നു. പത്രികാ സമർപ്പണം അതിനിടയിൽ ക്രമീകരിച്ചതാണ്. ഉച്ചയ്ക്ക് ശേഷം പര്യടന പരിപാടികൾ തുടരും. അത് ഞങ്ങളേതായാലും അപരന്മാരെ ആശ്രയിക്കില്ല. അത് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യത്തെ അങ്ങനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. മറ്റു കാര്യം എനിക്കറിയില്ല. എത്ര കോണുണ്ടാവും മത്സരത്തിനെന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാവും. ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാവുന്നു. പിന്നെ പിൻവലിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സത്യത്തിൽ ഞങ്ങളങ്ങനെ ഉത്കണ്ഠപ്പെടുന്നതേയില്ല. ജനാധിപത്യം ശക്തിപ്പെടുക കൂടുതൽ പേരും മത്സരിക്കുമ്പോഴാണ്. അപ്പോൾ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. അപ്പോൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ. ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാവും. നമുക്ക് അങ്ങനെ ആശിക്കാം. മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ അഭിമാനകരമായ വാക്കുകളാണ്. മാത്രവുമല്ല, ഈ ആർത്തിരമ്പി വന്ന വലിയൊരു ജനസാഗരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തെ ആകെ വളരെ ആവേശഭരിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചില പ്രയോഗങ്ങളൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയി വന്നിട്ടുള്ള പ്രയോഗങ്ങളാണ്. അത് ജനങ്ങളിലും വലിയ ആവേശവും ഉത്സാഹവും ഒക്കെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. നാടാകെ ആ ഒരു ആവേശത്തിമിർപ്പിലാണ് പോകുന്നത്. LDFിൻ്റെ വോട്ടുകൾ അല്ലെങ്കിൽ LDF ഈ നാട്ടിൽ തുടരണം, കേരളത്തിൽ LDFിൻ്റെ ഭരണം തുടരണം എന്നാഗ്രഹിക്കുന്നവർ, അത് LDF പ്രവർത്തകർ മാത്രമല്ല. അങ്ങനെ തെറ്റായ ഒരു ധാരണയും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് പൊതുവായി നന്മയുള്ള നിലപാടുകൾ വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ കൂടി വരുന്നുണ്ട്. അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലിപ്പോൾ പവർ കട്ടില്ല. അത് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടമാണ്. കൊച്ചി ഇടമൺ പവർ ഹൈവേ വന്നു, മറ്റൊട്ടേറെ ചെറുകിട വൈദ്യുത പദ്ധതികളൊക്കെ കമ്മീഷൻ ചെയ്തു. അങ്ങനെ നമ്മൾ വൈദ്യുത പ്രതിസന്ധിക്ക് ഒരു വിരാമം കുറിക്കാൻ പറ്റി. LDFിനെ എതിർക്കുന്നു എന്ന കാരണം കൊണ്ട് ആരെങ്കിലും പവർ കട്ട് വേണമെന്ന് പറയുമോ? ഇല്ല, പറയില്ല. LDFിനോട് എതിർപ്പുണ്ടാവും, പക്ഷേ ഇത് നല്ലതാണ് എന്ന് പറയും. നമ്മുടെ റോഡുകൾ നന്നായാൽ, ആശുപത്രി നന്നായാൽ, പള്ളിക്കൂടങ്ങൾ നന്നായാൽ ആരെങ്കിലും അത് വേണ്ടാന്ന് പറയുമോ? ഇല്ല. ഇപ്പം ക്ഷേമ പെൻഷൻ ഇപ്പോൾ 1600 കൊടുക്കുന്നു. മുമ്പ് UDFിൻ്റെ കാലത്ത് അത് നിന്നു പോയിരുന്നു. ഇപ്പോൾ UDF ആണ് എന്നുകൊണ്ട് ആരെങ്കിലും പറയുമോ ഇത് നിന്ന് പോകണം എന്ന് പറയുമോ? പറയില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, നാടിൻ്റെ വികസനത്തിന്, ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്ന നടപടികൾ ആര് സ്വീകരിച്ചാലും അത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ജനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണ LDFിനുണ്ടാവും. അത് LDFിൻ്റെ വിജയത്തിന് കൂടുതൽ തിളക്കമേറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിജയപ്രതീക്ഷയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയും തടസ്സമല്ല. നാലാം മുന്നണി നിലവിൽ വന്നുവെന്നാണ് അൻവർ പറയുന്നത്. ചില ചെറുകക്ഷികളൊക്കെ കൂട്ടി ഒരു നാലാം പ്രതിരോധ മുന്നണി, ജനകീയ പ്രതിരോധ മുന്നണി എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പം എന്തേലും സംഭവിച്ചായിരിക്കും, ഞാനെന്ത് പറയാനാണ്, എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതേയില്ല. അത് അവരുടെ ഒരു പ്രശ്നമാണ്. അവരുടെ പ്രശ്നം അവർ പരിഹരിക്കട്ടെ. ഞാൻ ആ പ്രശ്നത്തിൽ ഒരു അഭിപ്രായവും പറയുന്നില്ല.